ഹായ് ഡിയേഴ്സ്, എന്തെല്ലാം വിശേഷം? വേറെ ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലോട്ടാണ് കിടക്കുന്നത്. ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു പ്രഡിക്ഷൻ വെക്കുക. നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് ഇതായിരിക്കും എന്നുള്ളൊരു നിഗമനം നമ്മൾ വെക്കുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ യൂണിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മളൊരു സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജായിട്ട് മാത്രമാണ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് പഠിച്ചത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് കിടക്കുമ്പോൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഹ്യൂമൻ മൈൻഡിനെ സയൻറ്റിഫിക് മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം, അതിനെങ്ങനെയാണ് സൈക്കോളജി നമ്മളെ പഠിപ്പിക്കുന്നത്, വൈ വി തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് ഇൻ ഡിഫറെൻറ്റ് വേസ്, എന്തുകൊണ്ടാണ് നമ്മൾ വിവിധ തരത്തിൽ ഫീൽ ചെയ്യുന്നത്, പല തരത്തിൽ ചിന്തിക്കുന്നത്, വ്യത്യസ്ത ബിഹേവ് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു ജനങ്ങളെ യുണീക്ക് ആക്കുന്നത് അല്ലെങ്കിൽ സിമിലർ ആക്കുന്നത്, യുണീക്ക് എന്നാണ് ഒരേപോലെ ആക്കുന്നത്, എങ്ങനെയാണ് സൈക്കോളജിക്കൽ നോളേജ് റിയൽ ലൈഫിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്താണ് പഠിക്കുന്നത്? വൈ വി ഫോർഗെറ്റ് തിങ്, എന്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നത്. ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് വർക്കേഴ്സ് ന്യൂ റോൾസ് റെസിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്താണ് നോക്കുന്നത്? സ്മോക്കിങ്ങിൻ്റെയും ഹാർട്ട് ഡിസീസും തമ്മിലുള്ള ബന്ധം എന്താണ്. ഈ യൂണിറ്റിൽ നമ്മളിതെല്ലാമാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, ടൈപ്പ് ഓഫ് റിസർച്ച് പ്രോബ്ലം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് മീനിങ്ങിൻ്റെ നാച്ചർ എന്താ, മീനിങ് എന്താന്ന് നോക്കാം. പ്രോബ്ലത്തിൻ്റെ മീനിങ് എന്താ, നാച്ചർ എന്താന്ന് നോക്കാം. പ്രോബ്ലം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരിക? നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്യുമ്പോൾ, നമ്മുടെ നോളേജിൽ നിന്നും എന്തെങ്കിലും ഒരു വിവരമില്ലായ്മ സംഭവിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം വരിക, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ വരിക? വാട്ട് വി നോ ഈസ് അൺക്ലിയർ ഓർ കോൺട്രാഡിക്ടറി. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിലും പ്രോബ്ലംസ് വരും, അല്ലേ? അപ്പോഴല്ലേ നമ്മൾ സോൾവ് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെക്ക് എന്തെങ്കിലും ഒരു നോളേജിൻ്റെ മിസ്സിങ് അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലാത്തത് കൊണ്ടും നമുക്ക് എന്ത് വരാം? പ്രോബ്ലംസ് വരാം. ടൗൺസെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 1953 പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രപ്പോസ്ഡ് ഫോർ സൊല്യൂഷൻ എന്നാണ്. സൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രപ്പോസ് ചെയ്യുന്നതിനെയാണ് പ്രോബ്ലം എന്ന് പറയുന്നതെന്നാണ് ടൗൺസെൻഡ് 1953 പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കെർലിംഗർ 1964 പറഞ്ഞത് എന്താണ്? പ്രോബ്ലം എന്ന് പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്തിനെക്കുറിച്ച് ചോദിക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, 1 2 2 കൂടുതൽ വേരിയബിൾസിനെ കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തെയാണ് പ്രോബ്ലം എന്ന് പറയുന്നതെന്നാണ് കെർലിംഗർ 1964 പറഞ്ഞിട്ടുള്ളത്. MC ക്യൂഗൻ 1964 പറഞ്ഞത് പ്രോബ്ലം എന്ന് പറഞ്ഞത് എ സോൾവബിൾ പ്രോബ്ലം ക്യാൻ ബി ആൻസർഡ് യൂസിങ് ഹ്യൂമൻ എബിലിറ്റി. ഒരു ഹ്യൂമൻ എബിലിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു നികത്താൻ പറ്റുന്ന പ്രോബ്ലത്തെ നമുക്ക് ഒരു ഹ്യൂമൻ്റെ എബിലിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് നികത്താൻ പറ്റുമെന്നാണ് MC ക്യൂഗൻ 1964 പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ഈ ഡെഫിനിഷൻസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ആരെങ്കിലും നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചാൽ, പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രോബ്ലം ഈസ് അറൈസിങ് വെൻ വി നോ സംതിങ് ഈസ് മിസ്സിങ് ഫ്രം അവർ നോളേജ് ഓർ വാട്ട് വി നോ ഈസ് അൺക്ലിയർ ഓർ കോർഡിനേറ്ററി. ഫേമസ് സൈക്കോളജിസ്റ്റ് ടൗൺസെൻഡ് ആൻഡ് കെർലിംഗൻ MC ക്യൂഗൻ ടോൾഡ് ദെയർ ഓൺ ഡെഫിനിഷൻ സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ഡെഫിനിഷൻസ് എഴുതി വെക്കുക. ഇങ്ങനെ വേണം നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ ചോദ്യം വരികയാണെങ്കിൽ കൊടുക്കാൻ കേട്ടോ. ക്ലിയർ ആണോ? ഇനി എങ്ങനെയാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിസർച്ച് നടത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ദ പ്രോബ്ലം, അല്ലേ? ടു സോൾവ് ദ പ്രോബ്ലം വി മസ്റ്റ് ക്ലിയർലി സ്റ്റേറ്റ് വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ഈസ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് എഴുതി വെക്കണം. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഒരു ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം. പിന്നെന്താണ്? ഷോ എ ഗ്യാപ്പ് ഇൻ നോളേജ്, കോൺട്രാക്ടറി ഫൈൻഡിങ് ഓർ അൺഎക്സ്പ്ലെയിൻഡ് ഫാക്റ്റ്. ഒരു ഗ്യാപ്പ് കാണിക്കണം. കോൺട്രാക്ടറി ഫൈൻഡിങ് ആണോ അൺഎക്സ്പ്ലെയിൻഡ് ഫാക്റ്റ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് കാട്ടിയിരിക്കണം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയി പെർഫോമൻസ്, ഇതൊരു എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലം. സയൻറ്റിഫിക് പ്രോബ്ലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്
അത് റിട്ടൺ ക്ലിയർലി ആൻഡ് വിത്തൗട്ട് കൺഫ്യൂഷൻ. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. ഒരു കൺഫ്യൂഷൻ അത് വായിക്കുന്ന ആർക്കും എപ്പോഴും വ്യക്തമായിരിക്കണം. ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരരുത്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IQ ആൻഡ് ക്ലാസ് റൂം അച്ചീവ്മെൻറ്റ്? വ്യക്തമാണ് അല്ലേ? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ വരാനുണ്ടോ? അതുപോലെ ക്ലിയറും കൺഫ്യൂഷൻ ഇല്ലാത്തയും സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തെ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ രണ്ടിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പം ഡസ് ടീച്ചേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇംപ്രൂവ് സ്റ്റുഡൻസ് പെർഫോമൻസ്? അതൊരു 2 വേരിയബിൾ ഉണ്ട് അല്ലേ? എന്താണ് 2 വേരിയബിൾ വരുന്നത് അതിൽ? ടീച്ചറുടെ പെർഫോമും പിന്നെന്താണ് സെയിം ടൈം സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസും. ഇത് രണ്ട് വേരിയബിളാണ്. ഇത് തമ്മിലുള്ള ബന്ധത്തെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഇനി ഫസ്റ്റത്തത് ക്ലിയർ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കണം. അതുപോലെ 2 or 2-ൽ കൂടുതലോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് അതിൽ കാണിക്കണം. പിന്നെ അത് ഷുഡ് ബി ടെസ്റ്റബിൾ ബൈ സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്പേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വാരിയബിൾസ് ക്ലിയറും സ്പെസിഫിക്കുമായിരിക്കണം. ക്ലിയർ ആണോ? ഇനി വേ ഇൻ വിച്ച് എ പ്രോബ്ലം ഈസ് മാനിഫെസ്റ്റഡ്. ഒരു പ്രോബ്ലം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക? എ പ്രോബ്ലം അറൈസസ് ഇൻ 3 ways. ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്ന്, ഗ്യാപ്പ് ഇൻ നോളേജിലുണ്ടാവുന്ന ഗ്യാപ്പിലൂടെ. അതായത് വി വാണ്ട് ടു പ്രൊവൈഡ് തെറാപ്പി ബട്ട് ഡോണ്ട് നോ വിച്ച് ടൈപ്പ് ഈസ് ബെസ്റ്റ് ഫോർ ഈച്ച് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. അവിടെ ഒരു ഗ്യാപ്പ് വന്നു അല്ലേ? അവിടെ ഒരു പ്രശ്നം നമുക്ക് വന്നു. അതായത് നോളേജിലുണ്ടാവുന്ന ഒരു നോളേജിലുണ്ടാവുന്ന ഒരു അറിവ് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു തെറാപ്പിയാണ് ഒരു പ്രോബ്ലത്തിന് കൊടുക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ ഏത് ടൈപ്പ്, ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? തെറാപ്പികളുണ്ട്. അപ്പോൾ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ആ ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷന് ഏത് തെറാപ്പി കൊടുക്കണമെന്നുള്ള കറക്റ്റ് വിവരം നമുക്കില്ല. തെറാപ്പിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം, ഏതാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഇതാണ് എന്താണ് ഒന്ന്. എങ്ങനെയാണ് 3 വഴിയിലൂടെയാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് പറയില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു മെയിൻ കാരണം. രണ്ടാമത്തത് കോൺട്രാക്ടറി റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റഡി ഷോസ് ഡിഫറെൻറ്റ് റിസൾട്ട് അബൌട്ട് സ്ട്രെസ് ആൻഡ് മെമ്മറി, സോ വി സ്റ്റഡി മോർ ടു ഫൈൻഡ് ദ ട്രൂത്ത്. ഒരേ കാര്യത്തിന് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് കിട്ടി, അല്ലെങ്കിൽ അറിവ് അതിനെക്കുറിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി? കോൺട്രാക്ടറായി. ഇതിലേതാണ് ശരിക്കും ശരി, ഇതിലേതാണ് ഉപയോഗിച്ചാലാണ് നമുക്ക് സത്യം കിട്ടുക. അപ്പം അതിൽ സത്യം ഏതാണ് ശരി ഏതാണെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരുന്നല്ലോ, അതിനെയാണ് കോൺട്രാക്ടറി റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ സ്ട്രെസ്സിനെയും മെമ്മറിനെയും കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുമ്പം അതിലേതായിരിക്കും ഇപ്പോൾ ബെസ്റ്റ്, അല്ലെങ്കിൽ ഇതിലേതാ നല്ലത്, അല്ലെങ്കിൽ ഇതിലേതാ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രാക്ടറി റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെയും ഒരു പ്രോബ്ലം അറൈസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതിലേതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യണം. മൂന്നാമത്തത് എക്സ്പ്ലെയിനിങ് എ ഫാക്റ്റ് എന്ന് വെച്ചാൽ ചിൽഡ്രൻ വിത്ത് പെറ്റ്സ് ഹാവ് ലോവർ സ്ട്രെസ്, വി ആസ്ക് വൈ ദിസ് ഹാപ്പനിങ്. ഒരു ഫാക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് വരുന്ന അപാകത, അവിടെയും നമുക്കൊരു പ്രോബ്ലം വരും. ഇപ്പോൾ കുട്ടികൾ ചിൽഡ്രൻസ് വിത്ത് പെറ്റുള്ള കുട്ടികൾക്ക് എന്താണ് സ്ട്രെസ്സ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ ഒരു ഫാക്റ്റ് നമുക്ക് മനസ്സിലായില്ല, അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് ആ ഫാക്റ്റ് എന്നുള്ളത് നമുക്ക് റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ 3 വഴിയിലാണ് എന്ത് വരുന്നത്, പ്രോബ്ലം മാനിഫെസ്റ്റഡ് ആവുന്നത് എന്നാണ് പറഞ്ഞത്. ആ 3 ഒന്ന് ഗ്യാപ്പ് ഇൻ നോളേജ്, 2 കോൺട്രാക്ടറി റിസൾട്ട്, 3 എക്സ്പ്ലെയിനിങ് എ ഫാക്റ്റ്. ക്ലിയർ ആണോ? ഇനി ഐഡൻറ്റിഫൈയിങ് എ റിസർച്ച് പ്രോബ്ലം. ഒരു പ്രോബ്ലം റിസർച്ച് ചെയ്തത് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഐഡിയാസ് ഫോർ റിസർച്ച് പ്രോബ്ലം ക്യാൻ കെയിം ഫ്രം പേഴ്സണൽ ഓർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ഒരു പ്രോബ്ലം റിസർച്ച് ചെയ്യുന്ന ഐഡിയ നമുക്ക് പല രൂപത്തിലും നമ്മളിലേക്ക് വരും. ആ ഐഡിയ ഏതാ? ചിലപ്പോൾ പേഴ്സണലായിട്ട് വരാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്ന് വരാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു ടീച്ചർ നോട്ടീസ് ചെയ്തു ഒരുപാട് സ്റ്റുഡൻസ് എക്സാം സമയത്ത് ആൻഷ്യസ് ആവുന്നത്, അത് നമ്മുടെ പ്രൊഫഷണൽ ഭാഗത്തു നിന്ന് വരുന്നതാ അല്ലേ?
അപ്പോൾ പേഴ്സണൽ നിന്നും വരാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്നും നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ റിസർച്ചിൻ്റെ പ്രോബ്ലം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടീച്ചർക്ക് എന്ത് നോക്കാം, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ എക്സാമിൻ്റെ സമയത്ത് ആൻഷ്യസ് ആവുന്നത്, ആ ഒരു റിസർച്ച് ടീച്ചർക്ക് നടത്താം അല്ലേ. അപ്പോൾ അത് പേഴ്സണൽ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രൊഫഷണൽ കാര്യത്തിൽ നിന്നും ഒരു പ്രോബ്ലത്തെ വരാം. അതുപോലെ എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്ന് നമുക്കൊരു റിസർച്ച് പ്രോബ്ലം വരാം. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തൊരു തിയറിയാണ് ഫ്രം അനദർ സബ്ജക്റ്റ്, അത് വേറൊരു സബ്ജക്റ്റിൽ നിന്ന് ഒരു സൈക്കോളജിസ്റ്റ് ഒരു തിയറി ടെസ്റ്റ് ചെയ്തു, ലൈക്ക് ഹൗ സോഷ്യൽ മീഡിയ അഫക്റ്റ് അറ്റൻഷൻ സ്പാൻ. അവിടെ ഒരു എക്സിസ്റ്റ് ആയിട്ടുള്ള തിയറിയാണ്, എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു തിയറിയാണ്. ആ തിയറി വായിക്കുമ്പം അതിലൊരുപാട് കോൺട്രാക്ടറോ കൺഫ്യൂഷനോ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സംശയം വന്ന് നമ്മൾ റിസർച്ച് ചെയ്യും. അതാണ് എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്നും നമുക്ക് പ്രോബ്ലം കിട്ടും. പിന്നെ ലിറ്ററേച്ചർ ആൻഡ് മീഡിയയിൽ നിന്നും നമ്മൾ പ്രോബ്ലംസ് റൈസ് ചെയ്യും. എങ്ങനെ, ബുക്ക്, ജേണൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ന്യൂസ്, വാട്സപ്പ് ഡിസ്കഷൻ വരെ നമുക്ക് ഒരു റിസർച്ചിന് ടോപ്പിക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ അതിലൊരു ഫാക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് 3 വഴികളാണ് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ, എങ്ങനെയാണ് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഐഡിയ. നമുക്ക് പല രൂപത്തിലും കിട്ടും. ക്ലിയർ ആണോ? ഇനി കൺസിഡറേഷൻ ഇൻ സെലക്ടിങ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യേണ്ടിടത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. അതിനുശേഷം നമുക്ക് ആ ടോപ്പിക്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പിന്നെന്താണ് വേണ്ടത്? അതിൻ്റെ സൈസും, ആ ഒരു ടോപ്പിക്കിൻ്റെ സൈസും, ആ ഇഷ്യൂവിൻ്റെ സൈസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ആഴത്തിലുള്ള ടോപ്പിക്കാണ് അത് എന്നുള്ളത്. അതുപോലെ അത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള വിവരം അതിൽ അത്യാവശ്യമാണ്. അതുപോലെ ആ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. നമുക്ക് റിസർച്ച് ചെയ്യാൻ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് റിസർച്ച് ചെയ്യുന്നത് എത്തിക് പരമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കേസാണോ എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു കാര്യം റിസർച്ച് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് ആ ടോപ്പിക്ക് തീരെ താല്പര്യമില്ല, പിന്നെ നമുക്ക് ടോപ്പിക്ക് റിസർച്ച് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂൻ്റെ ആയം എത്രയെന്ന് അറിയാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മെഷർ ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് കാര്യമുണ്ടോ? അതുപോലെ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ABCD അറിയാത്ത ഞാൻ പോയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ABCD അറിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാട്ടോ. ഇപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ചൂസ് വിത്തൗട്ട് ഇൻട്രസ്റ്റോ ഇൻഫർമേഷനോ ഇല്ലാതെ നമ്മളത് തുടങ്ങുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു റിസർച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഒരു റിസർച്ച് പ്രോബ്ലം എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. വൺസ് യു ഹാവ് എ ടോപ്പിക്, ചേഞ്ച് ഇറ്റ് ഇൻ ടു എ സ്പെസിഫിക് റിസർച്ച് പ്രോബ്ലം. നമുക്കൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു റിസർച്ച് പ്രോബ്ലമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രോഡ് ടോപ്പിക് ഒഴിവാക്കുക, എന്നിട്ട് പ്രോബ്ലം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രോബ്ലത്തെ എടുക്കുക. ടു ബ്രോഡ് പറഞ്ഞാൽ ലേണിംഗ് ഡിസേബിലിറ്റി. ഫോക്കസ്ഡ് പറയുമ്പോൾ വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ക്ലാസ് റൂം നോയ്സ് ഓൺ റീഡിംഗ് എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എല്ലാം ഫേമസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന് പകരം നമ്മൾ എന്തെടുക്കുക? എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിൽ നോയ്സ് ഉണ്ടാവുമ്പോൾ അത് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ വായനയെ എങ്ങനെ ബാധിക്കുന്നു? അതൊരു പുതിയ ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ചിങ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഫോർമുലേറ്റിംഗ് ദ പ്രോബ്ലം ഈസ് ലൈക്ക് ചൂസിങ് ദ ഡെസ്റ്റിനേഷൻ ബിഫോർ എ ജേണി. നമ്മളൊരു ജേണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തേകാര അവസ്ഥ? വണ്ടി എങ്ങോട്ട് തിരിച്ചണമെന്നറിയാതെ നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിച്ചു പോവുമോ? ആ ഒരു യാത്ര പെർഫെക്റ്റ് ആവുമോ? ഇല്ല. ആ ഒരു യാത്രക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതുപോലെയാണ്, അത് നിർബന്ധമാണ്. നമ്മളത് ഫോർമുലേറ്റ് ചെയ്തിട്ടേ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എങ്ങനെയാണ്, ഒരു വീടിന് ഫൗണ്ടേഷൻ തറയില്ലാതെ വീട് വെക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. അതുപോലെയാണ് എന്ത് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാതിരുന്നാലുള്ളത്. അപ്പോൾ ഇഫ് ദ പ്രോബ്ലം ഈസ് ക്ലിയർ, പ്രോബ്ലം ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്താ, റിസർച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാമ്പിളിങ് കറക്റ്റായിരിക്കും, കറക്റ്റായിട്ടുള്ള ടൂൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, ഫൈനൽ റിപ്പോർട്ട് വാലിഡും യൂസ്ഫുള്ളും ആയിരിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാതെയാണെങ്കിൽ നമ്മൾ റിസർച്ച് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് പക്ക ഫ്ലോപ്പായിരിക്കും. ഇനി റിസർച്ച് പ്രോബ്ലത്തിന് കുറച്ച് ടൈപ്സ് ഉണ്ട്, അതും കൂടെ പറയാം. 4 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ സൈക്കോളജി ഉണ്ട്. ഏതാണ്? യൂണി വാരിയബിൾ പ്രോബ്ലം, ഫോക്കസ് ഓൺ ഓൺലി വൺ വാരിയബിൾ. ഒരേ ഒരു വാരിയബിളിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലം വരുന്നതെന്നുണ്ടെങ്കിൽ അത് യൂണി വാരിയബിൾ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ്, എഫക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ് സമയത്ത് ഉണ്ടാകുന്ന മെഡിറ്റേഷൻ്റെ എഫക്റ്റ് എന്താ, അവിടെ ആ ഒരു സ്ട്രെസ്സ് എന്നുള്ള ആ ഒരു വാരിയബിളേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് യൂണി വാരിയബിൾ പ്രോബ്ലമാണ്. ഇനി ബൈ വാരിയബിൾ പ്രോബ്ലം എന്നാണെങ്കിൽ 2 വാരിയബിൾ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽഫ് എസ്റ്റീം ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടുമ്പം അക്കാഡമിക് പെർഫോമൻസ് കൂടുകയാണോ, സെൽഫ് എസ്റ്റീം കുറയുമ്പം അക്കാഡമിക് പെർഫോമൻസിനെ എന്താണ് ബാധിക്കുന്നത്. അപ്പോൾ 2 വാരിയബിൾ വന്നു അല്ലേ. ആ 2 വാരിയബിൾ വന്നുമ്പോൾ അതിനെ നമ്മൾ ബൈ വാരിയബിൾ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സെൽഫ് എസ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സെൽഫ് എസ്റ്റീം എന്നുള്ള വാരിയബിളേ ഉള്ളൂ. അപ്പോൾ ആ സെൽഫ് എസ്റ്റീം എന്താണ്, യൂണി വാരിയബിളാണ്. സെയിം ടൈം സെൽഫ് എസ്റ്റീമും അക്കാഡമിക് പെർഫോമൻസും നമ്മുടെ ജീവിതത്തിലെ 2 ഘടകങ്ങളാണ്, സെൽഫ് എസ്റ്റീമും അക്കാഡമിക് പെർഫോമൻസ്. ഇത് 2 വാരിയബിളാണ്. ആ 2 വാരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്താണ്, ബൈ വാരിയബിളാണ്. മൾട്ടി വാരിയബിൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വാരിയബിൾസ് ഉണ്ടെങ്കിൽ അത് മൾട്ടി വാരിയബിളാണ്. ഇപ്പോൾ എഫക്റ്റ് ഓഫ് ഡയറ്റ്, സ്ലീപ്പ്, എക്സസൈസ് ഓൺ കോൺസെൻട്രേഷൻ, ഡയറ്റിൻ്റെ എഫക്റ്റാണ് നോക്കണത്. നല്ല ഉറക്കം കിട്ടിയാൽ ഡയറ്റ് കറക്റ്റ് ആകുമോ, ഏതെല്ലാം എക്സസൈസ് കിട്ടിയാൽ ഡയറ്റ് കറക്റ്റ് ആകുമോ, കോൺസെൻട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ ഡയറ്റ് കറക്റ്റ് ആകും. 3 വാരിയബിൾ ഈ ഡയറ്റിനെ സംബന്ധിച്ച് വന്നു. ഡയറ്റ് എന്നുള്ള ടോപ്പിക്കിൽ 3 വാരിയബിൾ വന്നു. അപ്പോൾ 2ൽ കൂടുതലായി, അപ്പോൾ അതെന്തായി, മൾട്ടി വാരിയബിൾ പ്രോബ്ലമായി. ഇനി ഒപ്പോണൻറ്റ് വാരിയബിൾ പ്രോബ്ലം ആണെങ്കിൽ എന്താ വരിക, 2 വാരിയബിളും ഒപ്പോസായിട്ട് കമ്പയർ ചെയ്യുക. ഇഫ് സിസോഫ്രീനിയ കോസ്ഡ് മോർ ബൈ ഹെറിഡിറ്റി ഓർ എൻവോൺമെൻറ്റ് കാരണമാണോ ഹെറിഡിറ്റി കാരണമാണോ സ്കിസോഫ്രീനിയ വരുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് 2 ഒപ്പോസ് ചെയ്യുകയാണ്. തമ്മിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിനെ നമ്മൾ ഒപ്പോണൻറ്റ് വേരിയബിൾ പ്രോബ്ലം എന്ന് പറയും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള ഹൈപ്പോത്തസിസിക്ക് വരികയാണ്. എങ്ങനെയാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഇൻ സയൻസ് വി ഫോളോ ദിസ് പ്രോസസ്സ്. സയൻസിലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഹൈപ്പോത്തസിസ് ഒബ്സർവേഷൻ ചെയ്യുന്നു, പിന്നെ ഹൈപ്പോത്തസിസ് ചെയ്യുന്നു, പിന്നെ ടെസ്റ്റ് ചെയ്യുന്നു. ഇത് സയൻസിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈപ്പോത്തസിസ് ഇസ് എ ടെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ടെമ്പററി ആൻസർ ഓർ അസംഷൻ മെയ്ഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ധാരണ, ഊഹം, അസംഷൻ അല്ലെങ്കിൽ ഒരു ആൻസറാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു ടെമ്പററി ആയിട്ടുള്ള, പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ളത്. അതെന്ത് തരുന്നുണ്ട്? ഇറ്റ് ഗീവ്സ് എ പോസിബിൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ടു ബി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിന് ഒരു പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് മുമ്പ് തന്നെ തരുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ടെസ്റ്റ് നടന്നതിന് ശേഷം എന്താണ്? ഇഫ് ദ ഹൈപ്പോത്തസിസ് ഈസ് കറക്റ്റ് ഇറ്റ് ക്യാൻ ബി കോസ്റ്റ് അഗെയിൻ ഇൻ അനദർ സ്റ്റഡീസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ മറ്റൊരു പഠനത്തിന് കാരണമാവും. ഇഫ് ഇറ്റ് ഈസ് റോങ് ദ റിസർച്ചർ ക്യാൻ ചേഞ്ച് ഓർ ഇംപ്രൂവ് ഇറ്റ്. റോങ് ആവുകയാണെങ്കിൽ എന്താണ്? ആ റിസർച്ചിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം, എന്നിട്ട് ഇംപ്രൂവ് ചെയ്യണം. ക്ലിയർ ആണോ? ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചേഴ്സ് ടു ഫോക്കസ് ഓൺ ഡാറ്റ കളക്ഷൻ. ഹൈപ്പോത്തസിസ് പിന്നെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡാറ്റ കളക്ട് ചെയ്യുന്നിടത്ത് ഫോക്കസ് ചെയ്യാൻ റിസർച്ചറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വാരിയബിൾസ് ഉണ്ടാവുമല്ലോ റിസർച്ചിൽ, അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? റിസർച്ചെ സഹായിക്കുന്നുണ്ട്. എ റിസർച്ചർ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റുഡൻറ്റ് ഹൂ സ്ലീപ്പ് വെൽ പെർഫോമർ ബെറ്റർ ഇൻ എക്സാം. ദ ഹൈപ്പോത്തസിസ് മേ ബി
അതായത് ഇപ്പോൾ റിസർച്ചർ മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉറക്കത്തിൻ്റെ അളവ്. എക്സാമിൽ നല്ല പെർഫോം ചെയ്യുമ്പോൾ ഒരു കുട്ടി എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ള ടെസ്റ്റാണ് ഹൈപ്പോത്തിസിസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിസിസ് ആയിരിക്കും സ്റ്റുഡൻസ് ഹു ഗെറ്റ് 8 hours ഓഫ് സ്ലീപ്പ് വിൽ പെർഫോം ബെറ്റർ ദൻ സ്റ്റഡി സ്റ്റുഡൻറ്റ് ഹു ഡോണ്ട്. 8 മണിക്കൂർ ഉറക്കം കിട്ടുന്ന കുട്ടിക്കാണ് മറ്റുള്ളവരെക്കാൾ പഠനത്തിൽ തിളങ്ങാൻ കഴിയുക എന്നുള്ളൊരു ഹൈപ്പോത്തിസിസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. കറക്റ്റാണോ? മനസ്സിലായോ? ഇനി ഹൈപ്പോത്തിസിസിൻ്റെ സോഴ്സസുകൾ എവിടുന്നാണ്? ഹൈപ്പോത്തിസിസ് ക്യാൻ കെയിം ഫ്രം ദ ഫോളോവിങ് സോഴ്സസ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ഹൈപ്പോത്തിസിസ് വരാൻ ചെയ്യുന്നത്? നമ്മുടെ കൾച്ചറിൽ നിന്ന് നമുക്ക് ഹൈപ്പോത്തിസിസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ പ്ലേസിനും അവരുടേതായിട്ടുള്ള യുണീക്ക് ട്രഡീഷൻസ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ റിസർച്ചർ മനസ്സിലാക്കണം അവരുടെ കൾച്ചർ എന്താണെന്നുള്ളത്. നമ്മളൊരു ഹൈപ്പോത്തിസിസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്ന നമ്മുടെ സാമ്പിളിലെ ആളുകളുണ്ടല്ലോ, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലായിരിക്കണം. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത്, ഇന്ത്യയിലെ മെൻ്റൽ ഹെൽത്ത് പഠനമാണ് നമ്മൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാമിലി സ്ട്രക്ചർ, അവരുടെ വിശ്വാസം, അവരുടെ വാല്യൂ ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അമേരിക്കക്കാരെ മനസ്സിലാക്കിയാണ്ട് അമേരിക്കൻ ഫാമിലിനെ അറിയുന്ന ഒരാൾ ഇന്ത്യൻ ഫാമിലിനെ കുറിച്ച് ഹൈപ്പോത്തിസിസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തെറ്റും. അല്ലേ? ഇന്ത്യൻ്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇന്ത്യക്കാർ ഫാമിലിയിൽ ഇങ്ങനെയാണ് ഫാമിലി മുന്നോട്ട് പോവുള്ളൂ എന്ന് നമുക്ക് ഹൈപ്പോത്തിസിസ് വെക്കാൻ പറ്റുള്ളൂ. കാരണം അമേരിക്കൻ ഫാമിലിയും ഇന്ത്യൻ ഫാമിലിയുടെയും കൾച്ചർ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇവിടെ ഉള്ളതൊന്നുമല്ല അവിടുത്തെ ഫാമിലി കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഒരു വൈഫിനോട് പെരുമാറുന്ന പോലെ ആവില്ല അവിടുത്തെ വൈഫിനോട്, അല്ലെങ്കിൽ നമ്മളൊരു മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന പോലെ ആവില്ല അവിടുത്തെ മാതാപിതാക്കളെ കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് ഏത് കൾച്ചറിലുള്ളതാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം, ആ കൾച്ചറിനെ പഠിച്ചിട്ട് വേണം ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഹൈപ്പോത്തിസിസ് വെക്കും. ഇപ്പോൾ റിസർച്ചർ ഒരു ഹൈപ്പോത്തിസിസ് അവരുടെ റിയൽ ലൈഫിൽ നിന്നും ഒബ്സർവ് ചെയ്തിട്ടൊരു ഹൈപ്പോത്തിസിസ് വെക്കും. ഇപ്പോൾ ഒരു ടീച്ചർ നോട്ടീസ് ചെയ്തു സ്റ്റുഡൻറ്റിൻ്റെ ആൻസൈറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റ് പെർഫോമൻസിൽ വളരെ മോശമാവുന്നത്, ഇതൊരു ഹൈപ്പോത്തിസിസ്ക്ക് ലെഡ് ചെയ്യും. ആ ടീച്ചർക്ക് ആ ടീച്ചർക്ക് ആ കുട്ടിയെ നല്ലോണം അറിയാം. അപ്പോൾ ആ കുട്ടിക്ക് പേടിയാണ്, അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ടീച്ചർക്ക് മനസ്സിലായെങ്കിൽ അപ്പോൾ ആ ടീച്ചർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ഹൈപ്പോത്തിസിസ് വെക്കാൻ പറ്റും, ഇതാണ് കാരണം എന്നുള്ളത്. പിന്നീട് അതിനെക്കുറിച്ചിട്ട് പഠനം നടത്തിയിട്ട് അതുതന്നെയാണോ അല്ലേ എന്നുള്ളത് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ എക്സാം ആൻസൈറ്റി നെഗറ്റീവ്ലി സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടുള്ളത് ടീച്ചർമാർക്ക് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായതാണ്. പിന്നെ ടീച്ചർക്ക് ആ കുട്ടിയെ നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഹൈപ്പോത്തിസിസ് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? മൂന്നാമത്തത് തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ. ക്രിയേറ്റീവ് തിങ്കിങ്ങും ഐഡിയ ഉള്ള ആളുകൾക്ക് ഒരു ഗുഡ് ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യാൻ അത് സഹായിക്കും. ഇപ്പോൾ റിസർച്ചർ ഇമേജ് ചെയ്യുകയാണ് എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നത് എന്നുള്ളത്. ദിസ് ക്യാൻ ബിക്കം എ ഹൈപ്പോത്തിസിസ്. ഹൈ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് റിഡ്യൂസ് സ്ലീപ്പ് ക്വാളിറ്റി. ഒരുപാട് നേരം നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ തന്നെ നമുക്കത് പറയാൻ പറ്റും. നമ്മളിങ്ങനെ കളിക്കുകയാണെങ്കിൽ മൊബൈലിൽ ഒരു നേരം നമ്മൾ കളിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഉറക്കം പോലും മറന്ന് നമ്മൾ കളിക്കാറുണ്ട് അല്ലേ? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഇമാജിനേഷൻസും നമ്മളൊരു ഹൈപ്പോത്തിസിസിലേക്ക് എത്തിക്കും. നാലാമത്തത് സയൻറ്റിഫിക് തിയറി. എക്സിസ്റ്റിംഗ് തിയറി എക്സ്പ്ലെയിൻ നോൺ ഫാക്ട്. ദിസ് തിയറി ഹെൽപ്സ് ഫ്രം സ്ട്രോങ് ടെക്സ്റ്റബിൾ ആൻഡ് ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ മുമ്പ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ മുന്നേ റിസർച്ച് ചെയ്ത ആളുകളുടെ എക്സ്പ്ലെയിൻ ചെയ്ത ഫാക്റ്റുകൾ, തിയറീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസ് കൊടുക്കാൻ പറ്റും. ഇപ്പം പൗലോസിൻ്റെ തിയറി ഉണ്ടല്ലോ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താവും, ഒരു കണ്ടീഷനിങ് ക്യാൻ ഇൻഫ്ലുവൻസ് ചിൽഡ്രൻസ് ഈറ്റിംഗ് ഹാബിറ്റ്. ഒരു കണ്ടീഷനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാത്ത കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനിങ് കുട്ടികളെ എന്താ പറയുക ഈറ്റിംഗ് ഹാബിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഹൈപ്പോത്തിസിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്, ആ തിയറിയിൽ പൗലോയുടെ തിയറി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഹൈപ്പോത്തിസിസ് വരും. ക്ലിയർ ആണോ? ഇനി റിസർച്ചിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള റിസർച്ച്, പണ്ട് നടത്തിയിട്ടുള്ള റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് അവർ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വഴി നമുക്ക് കിട്ടും. ഇപ്പോൾ ഓൾഡർ സ്റ്റഡി ഷോ എക്സസൈസ് ഹെൽപ്പ് മെമ്മറി. എ ന്യൂ റിസർച്ചർ മൈറ്റ് ടെസ്റ്റ് വാക്ക് ഇൻ 30 minutes ഡെയിലി ഇംപ്രൂവ്സ് മെമ്മറി എൽഡറി.
അപ്പോൾ മുമ്പുള്ളൊരു പഠനം പറഞ്ഞു, എക്സസൈസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെമ്മറി പവർ കൂട്ടാൻ പറ്റും എന്നുള്ളത് മുമ്പുള്ള പഠനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഹൈപ്പോത്തിസിസ് വെക്കാൻ പറ്റും? ഡെയിലി ഒരു അരമണിക്കൂർ നടക്കുകയാണെങ്കിൽ നമുക്ക് മെമ്മറി പവർ കൂട്ടാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളത് പ്രീവിയസ് റിസർച്ചിൽ നിന്നും നമുക്ക് ഹൈപ്പോത്തിസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 6ാമത്തത് ഒബ്സർവേഷനിലൂടെ റിയൽ ലൈഫിലുള്ള ബിഹേവിയർ ഒബ്സേർവ് ചെയ്ത് നമുക്കൊരു ഹൈപ്പോത്തിസിസിനുള്ള ഐഡിയ കിട്ടും. ഇപ്പോൾ ഒബ്സേർവിങ് ചിൽഡ്രൻ പ്ലേ മോർ ഔട്ട്ഡോർ ഡ്യൂറിങ് വിൻ്റർ ക്യാൻ ലെഡ് ടു എ ഹൈപ്പോത്തിസിസ് അല്ലേ. ഔട്ട്ഡോറിൽ വിൻ്റർ സീസണിൽ കുട്ടികൾ കൂടുതൽ ഔട്ട്ഡോറിൽ നിന്ന് കളിക്കുന്നത് നമ്മളൊരു ഹൈപ്പോത്തിസിസിക്ക് എത്തിക്കുന്നത് വിൻ്റർ ഇൻക്രീസസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻ സ്കൂൾ ചിൽഡ്രൻ. സ്കൂളിലെ ചിൽഡ്രനിൽ വിൻ്ററിൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു ഹൈപ്പോത്തിസിസ് നമുക്ക് കിട്ടും. കാരണം നമ്മളത് ഒബ്സേർവ് ചെയ്തതാണ്, ആ കുട്ടികൾ കളിക്കുന്നത് ഒബ്സേർവ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് വന്നത്. അപ്പോൾ 6 തരത്തിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് വരാം. അതിൻ്റെ സോഴ്സുകളാണെന്ന് പറയാം. ഏതാണോ ഒന്ന് കൾച്ചർ പരമായിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസ് സോഴ്സാണ്. റിസർച്ചറുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ തിങ്കിങ്ങിലൂടെയും ഇമാജിനേഷനിലൂടെയും വരാം, സയൻറ്റിഫിക് തിയറിയിലൂടെ വരാം, പ്രീവിയസ് റിസർച്ചിലൂടെ വരാം, ഒബ്സർവേഷനിലൂടെ വരാം. ക്ലിയർ ആണോ? ഇനി കുറച്ച് ഹൈപ്പോത്തിസിസിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഈവൻ ദോ ഹൈപ്പോത്തിസിസ് ഇസ് സിംപിളി എ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ്, ഇറ്റ് ക്യാൻ ബി എ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ്സ് റിട്ടൺ ഓർ വാട്ട് ഇറ്റ്സ് പ്രെഡിക്ട്സ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് വിവിധ തരത്തിൽ നമുക്ക് എഴുതാം. എങ്ങനെ നമ്മൾ എഴുതുന്നു, എന്താണ് നമ്മളെ പ്രെഡിക്റ്റ് എന്നൊക്കെ വെച്ചിട്ട് അത് പല തരത്തിലും ആവാം. 1ാമത്തത് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ BPCC 104 സ്റ്റാറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് സേസ് ദാറ്റ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. നമ്മൾ ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ 2 വാരിയബിൾസ് ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നൾ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുക. അതിന് നമ്മൾ ഡോണേറ്റ് ചെയ്യുന്നത് HO എന്നുള്ള ഡിനോട്ടാണ് കൊടുക്കുക. നത്തിങ് സ്പെഷ്യൽ ഈസ് ഹാപ്പനിങ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരർത്ഥം. ഇപ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ മെമ്മറി ബിറ്റ്വീൻ നോർമൽ പീപ്പിൾ ആൻഡ് സ്കിസോഫ്രീനിക് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇത് ഇൻ്റലിജൻസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഹൈറ്റ്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ് രണ്ടും ഒരു ബന്ധമില്ല എന്ന് നമ്മൾ ഹൈപ്പോത്തിസിസ് വെക്കുകയാണെങ്കിൽ അതിനെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് നൾ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ, ഇഫ് ദ റിസൾട്ട്സ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ദ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ്, ഇഫ് നോ ഡിഫറൻസസ് ഈസ് ഫൗണ്ട് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് അങ്ങനെ വെച്ചു, അത് തമ്മിലൊരു ബന്ധമില്ല എന്ന് ഹൈപ്പോത്തിസിസ് വെച്ചു. അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, റിസർച്ച് നടത്തി, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് എന്താണ്, അത് തമ്മിൽ ബന്ധമില്ല എന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈപ്പോത്തിസിസ് നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റഡ് ചെയ്യും. അതിന് ഡിഫറെൻ്റ് ഉണ്ട് എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യും. അതിനാണ് H0. അതിൻ്റെ ഒരു സിമ്പിൾസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2ാമത്തത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. എന്താണ് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ഓർ ഡിഫറൻസ്. നേരെ ഓപ്പോസിറ്റ്, നൾ ഹൈപ്പോത്തിസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. റിസർച്ച് ഹോപ്പ് ചെയ്യുന്നത് അത് ശരിയാണ്, അത് തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഇറ്റ് ഒപ്പോസ് ദ നൾ ഹൈപ്പോത്തിസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഹൈ വൊക്കാബുലറി സ്റ്റുഡൻറ്റ് പെർഫോം ബെറ്റർ ദാൻ ലോ വൊക്കാബുലറി സ്റ്റുഡൻറ്റ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആർ നോട്ട് ഈക്വൽ ഇൻ പെർഫോമൻസ്, നോൺ ഡയറക്ഷൻ. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡയറക്ഷനാണ്, ഈക്വൽ അല്ലെങ്കിൽ എന്താണ്, നോൺ ഡയറക്ഷണലാണ് അല്ലേ. അപ്പോൾ അതുപോലെ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിൻ്റെ ഓപ്പോസിറ്റാണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വാരിയബിൾസ് തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, ഒരു ബന്ധം ഉണ്ട് എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും, ബന്ധമില്ല എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താ വെക്കുക, ബന്ധം ഉണ്ട് എന്നാണ് വെക്കുക. ഉണ്ട് എന്ന് വെക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ബന്ധം ഇല്ല എന്ന് കിട്ടിയാൽ അത് എന്താവും, റിജക്റ്റ് ആവും. ഉണ്ട് എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസും നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസും. ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രെഡിക്ട്സ് വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ആൾട്ടർനേറ്റീവ് ആണ്, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നള്ളാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഉണ്ട്
പക്ഷെ അത് പോസിറ്റീവ് ഹൈപ്പോത്തിസിസ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്നുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. അതിന് നമ്മൾ മുമ്പ് പഠിച്ച പഠനമോ നമ്മുടെ തിയറിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് വെക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഹു എക്സസൈസ് ഡെയിലി വിൽ ഹാവ് ഹയർ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതെന്താണ്, അതായത് കോൺസെൻട്രേഷൻ ലെവൽ കൂടും, ഉയരും. എന്ത്, സ്റ്റുഡൻസ് എന്നും എക്സസൈസ് ചെയ്യണമെങ്കിൽ, എന്നും എന്ന് പറയുമ്പോൾ എക്സസൈസ് കൂട്ടുമ്പോൾ പെർഫോമൻസും കൂടും, രണ്ടും ഹൈ ആവുകയാണ്, ആഡ് ചെയ്യാണ്. അപ്പോൾ അതെന്താണ്, പോസിറ്റീവ് റിലേഷനാണ്. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ നമ്മൾ പറയണ എക്സസൈസ് കുറക്കുമ്പോൾ നമ്മൾ സ്റ്റഡിയുടെ പെർഫോമൻസും കുറയും എന്ന് പറയണമെങ്കിൽ രണ്ടും കുറവാണ്. അപ്പോൾ അതെന്താണ്, നെഗറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് അല്ലേ. ഇനി നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുകയാണെങ്കിൽ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഡസ് നോട്ട് സേ വിച്ച് സൈഡ് ഈസ് ഹയർ, ഏത് സൈഡാണ് കൂടുതൽ ഏത് സൈഡാണ് കുറവ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ അതെന്താണ്, നോൺ ഡയറക്ഷണൽ തിയറിയാണ്. യൂസ്ഡ് വെൻ നോ ക്ലിയർ തിയറി എക്സിസ്റ്റ് ഓർ പാസ്റ്റ് സ്റ്റഡീസ് ആർ അൺക്ലിയർ. ക്ലിയർ ആയിട്ടുള്ളൊരു തിയറി ഇല്ലതാനും മുമ്പുള്ള പഠനം അൺക്ലിയറും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈപ്പോത്തിസിസ് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയില്ല ഇത് കൂടുമ്പോഴാണ് അത് കുറയുന്നത് അല്ലെങ്കിൽ അത് കുറഞ്ഞിട്ടാണ് ഇത് കൂടുന്നത്, അതൊന്നും നമ്മൾ പറയാതെ ബന്ധമുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താണ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ സ്ട്രെസ് ലെവൽ ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ടീച്ചർ. അതിനൊരു വ്യക്തമായിട്ടൊരു ഇത് നമുക്കില്ല. ബട്ട് വി ഡോണ്ട് സേ ഹൂ ഹാസ് മോർ. നമ്മൾ പറയുകയാണ് രണ്ട് അർബൻ ടീച്ചറിനും റൂറൽ ടീച്ചറിനും സ്ട്രെസ് ലെവലിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് ആർക്കാണ് കൂടുതൽ, അർബൻ ടീച്ചർക്കാണോ സ്ട്രെസ് കൂടുതൽ റൂറൽ ടീച്ചർക്കാണോ സ്ട്രെസ് കൂടുതൽ എന്ന് നമ്മൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. ക്ലിയർ ആണോ? ഇനി അസോസിയേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് അടുത്തത്. ഷോ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു തിങ്സ്. രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കും, പക്ഷേ ബട്ട് ഡു നോട്ട് സേ വൺ കോസസ് ദ അതർ. പക്ഷെ ഒന്നിനോട് കാരണമാകുന്നു എന്ന് നമ്മൾ പറയില്ല. വെൻ സ്ക്രീൻ ടൈം ഇൻക്രീസസ് സ്ലീപ്പ് ക്വാളിറ്റി ഡിക്രീസസ് ബട്ട് ചേഞ്ചസ് ടുഗദർ, ബട്ട് വി ഡോണ്ട് സേ സ്ക്രീൻ ടൈം കോസസ് പുവർ സ്ലീപ്പ്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു സ്ക്രീൻ ടൈം കൂടുമ്പോൾ. അതിൻ്റെ ഡയറക്ഷനാണ് എന്താണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിലും അത് രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് എന്ന് നമ്മളവിടെ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് അസോസിയേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഇനി കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ട് ഇൻവോൾവ്സ് മോർ ദാൻ 2 വേരിയബിൾസ്. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതെന്താണ്, കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് ആണ്. ഇപ്പോൾ സ്ലീപ്പ്, ഡയറ്റ്, സ്ക്രീൻ ടൈം ഇതൊക്കെ ഒരുമിച്ച് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അക്കാഡമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ 6 തരമാണുള്ളത്: കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്, അസോസിയേറ്റീവ് ഹൈപ്പോത്തിസിസ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്, പിന്നെന്താണ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, പിന്നെ നൾ ഹൈപ്പോത്തിസിസ്. അങ്ങനെ ഓരോന്നും എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ ടു ഓർ ഒബ്സർവ് എ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ ആസ് ഇറ്റ് ഈസ്. എന്താണോ അത് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ആ ഒരു സിറ്റുവേഷനെ കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഒബ്സർവ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന റിസർച്ചിൻ്റെ രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലെന്താണ് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? എന്താണ് ഒരാൾ ചിന്തിക്കുക, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുക, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുക ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. ഇപ്പോൾ ഒരു സ്കൂളിൽ ഹൈദരാബാദിൽ അവർക്കറിയണം ഒരു ടീച്ചർ എങ്ങനെ തിങ്ക് ചെയ്യും ഒരു കമ്പ്യൂട്ടർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ സ്കൂൾ ക്യാൻ ഒബ്സർവ് ടീച്ചർ ആൻഡ് കണ്ടക്ട് സർവേ. ഒരു ടീച്ചറെ ഒബ്സർവ് ചെയ്തിട്ട് ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് ഗെഫാർട്ട് ആൻഡ് ഇംഗിൾ പറഞ്ഞ 1969 പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഹെൽപ്പ് അസ് യൂസ് ക്ലിയർ വേർഡ്സ് ആൻഡ് റെഡ്യൂസ് കൺഫ്യൂഷൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ക്ലിയർ വേർഡ്സ് യൂസ് ചെയ്യാനും കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. 1983 ബെസ്റ്റ് പറഞ്ഞത് ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള ഒപ്പീനിയൻസിനെയും വിശ്വാസങ്ങളെയും പ്രാക്ടീസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അത് പ്രസൻറ്റിനെയും ചിലപ്പോൾ പാസ്റ്റിനെയും
ഫോക്കസ് ചെയ്യാറുണ്ട്. ലെവൽ ആൻഡ് ലവ്സൺ പറഞ്ഞ 1970 പറഞ്ഞത് ഇതൊരു എക്സ്പെരിമെൻ്റ് ഇൻവോൾവ് ആയിട്ടുള്ളതല്ല, പക്ഷെ എന്താണ്, ആൻഡ് ട്രൈ ടു ഫൈൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ്, അത് എന്തിനു ട്രൈ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ ഇതാക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻ്റർനാഷണൽ എൻക്ലോപീഡിയ ഓഫ് സൈക്കോളജി 1996 പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ്. പിന്നെ APA ഡിക്ഷണറി ഇപ്പോൾ 2015 പറഞ്ഞത് ഇതെന്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, തിയറീസും കറൻറ്റ് കണ്ടീഷൻ്റെ സമ്മപ്പും അത് ഒന്നും തന്നെ മാറ്റാതെ അതിനെ ടെസ്റ്റ് ചെയ്യേണ്ട, ആ തിയറിയെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് APA ഡിക്ഷണറി 2015 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ്സ് നാച്ചുറൽ റിലേഷൻ ബിറ്റ്വീൻ തിങ്സ്, രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ജനറൽ റൂൾസ് ഉണ്ടാക്കാനും ഒരു എസ്റ്റിമേറ്റ് പാറ്റേൺ കണ്ടെത്താനും അത് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി പിന്നെ ഇതിൽ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കുറച്ച് ഫ്യൂച്ചേഴ്സാണ്. ഒന്നാമത്തത് അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്പർ പരമായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പരമായിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാനും ഡാറ്റയെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഡാറ്റയെ പഠിക്കാനും നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഹൗ മെനി പാരൻസ് ആർ സിംഗിൾ ആൻഡ് വർക്കിംഗ് ഇൻ എ സിറ്റി, എത്ര പാരൻസാണ് സിംഗിളായിക്കൊണ്ട് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണക്കെടുക്കുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വെച്ചിട്ടാണ്. അൺകൺട്രോൾഡ് വാരിയബിൾ ആയിരിക്കും, ചില ഫാക്ടേഴ്സിനെ മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൺട്രോൾഡിലാവില്ല. ദിസ് ക്യാൻ എഫക്ട് ദ റിസൾട്ട് ആക്സിഡൻ്റലി, അത് ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് യു ആർ സ്റ്റഡിങ് സ്റ്റുഡൻറ്റ് കോൺസെൻട്രേഷൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മൈറ്റ് ഡിസ്റ്റർബ് ദം ആൻഡ് എഫക്ട് റിസൾട്ട്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു നോയ്സ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യും. അതാണ് അൺകൺട്രോൾഡ് വാരിയബിൾ എന്ന് പറയുന്നത്. ചില ഫാക്ടേഴ്സ് വന്നിട്ട് നമ്മളെ റിസർച്ചിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ, നമ്മുടെ ബിസിനസ്സിനെ തെറ്റിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെന്താണ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓർ ഗ്രൂപ്പ് അറ്റ് ദ സെയിം ടൈം. ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഒരേ സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ. ഇപ്പം 10 വയസ്സുള്ള കുട്ടികളോടും 15 വയസ്സായിട്ട് കുട്ടികളോടും അവരുടെ ഇൻ്റർനെറ്റ് ഹാബിറ്റിനെ കുറിച്ച് നമുക്ക് ഒരേ സമയം ചോദിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഇനി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തുക? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് മീൻസ് ചെക്കിംഗ് ഇഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഹൈപ്പോത്തിസിസ് ട്രൂ ഓർ ഫോൾസ് ബേസ്ഡ് ഓൺ ഡാറ്റ. ഒരു ഡാറ്റയെ സംബന്ധിച്ച് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു, നമ്മളൊരു പ്രഡിക്ഷൻ വെക്കുകയാണ്, മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു പ്രഡിക്ഷൻ വെക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ഓൺ എ തിയറി, ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് ഡാറ്റ ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റഡ് ആണ്. ആ ഐഡിയയും ഡാറ്റയും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൈപ്പോത്തിസിസ് ഓക്കെയാണ്, അക്സെപ്റ്റഡ് ആയി. അപ്പോൾ അത് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നമ്മുടെ ഹൈപ്പോത്തിസിസ് ചെയ്തതും നമുക്ക് കിട്ടിയ സൊല്യൂഷനും തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? പിന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്, സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നമുക്ക് കുറേ സ്റ്റെപ്പുകൾ വഴി ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഹൈപ്പോത്തിസിസ് വെക്കും. കുറേ ടൈപ്സ് നമ്മൾ പറഞ്ഞില്ലേ, നൾ ഹൈപ്പോത്തിസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യും. ഇപ്പം നൾ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ ഡിഫറൻസ് ഇല്ല എന്ന് വെച്ചു, ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ചു. അങ്ങനെ ഒരു സ്റ്റെപ്പ് 1 നമ്മൾ ഹൈപ്പോത്തിസിസിനെ സെറ്റ് ചെയ്തു. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിഗ്നിഫിക്കൻസ് ലെവൽ നോക്കും. അതായത് 0.05 അല്ലെങ്കിൽ 0.01%. അതായത് ഇറ്റ് മീൻസ് വി ആർ 95% or 99% ഷുവർ ദ റിസൾട്ട് ഈസ് നോട്ട് ബൈ ചാൻസ്. റിസൾട്ടിൻ്റെ ചാൻസ് നമ്മളൊരു സിഗ്നിഫിക്കൻസ് ലെവൽ വെക്കുക. യുവർ സ്റ്റഡി ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എംപ്ലോയീസ്. നമ്മളിപ്പോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ഗവൺമെൻറ്റിലും പ്രൈവറ്റ് എംപ്ലോയീസിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ വെക്കും P is lower than
0.05. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 95% ആളുകളും കോൺഫിഡൻ്റ് ആണ് എന്ത് റിസൾട്ട് കറക്റ്റാണ് എന്നുള്ളതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് അങ്ങനെ വെക്കുക. അത് അതിൻ്റെ ഒരു ലെവലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ഒരു ഹൈപ്പോത്തിസിസിൻ്റെ ഒരു ലാബിലൊക്കെ നമ്മുടെ BPCC 104ൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂകൾ എങ്ങനെയാണത് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. ഇനി ഡാറ്റ കളക്ട് ആൻഡ് കാൽക്കുലേറ്റ്. അതിന് ശേഷം നമ്മളിത് ഇതിനെക്കുറിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്യും. സാമ്പിൾസ് എടുക്കും, സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ടിനെ കമ്പയർ ചെയ്യും. നമ്മൾ വെച്ച ഹൈപ്പോത്തിസിസും നമുക്ക് കിട്ടിയ റിസൾട്ടും സെയിം ആണോ എന്ന് നോക്കിയിട്ട് മീഡിയൻ മോഡൽ അതൊക്കെ വെച്ചിട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് നോക്കിയിട്ട് നമ്മുടേത് കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് ഒരു അനലൈസിങ് നമ്മൾ നടത്തും. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 4 ആയിട്ട് ഡിസിഷൻ എടുക്കും. കാൽക്കുലേറ്റ് വാല്യൂ, ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റ് വാല്യൂ പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സാമ്പിൾ ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ട് ആ വാല്യൂ. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാണോ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പോൾ കാൽക്കുലേറ്റ് വാല്യൂ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യും. നമ്മുടെ കാൽക്കുലേറ്റ് വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി 1 tailed ആൻഡ് 2 tailed ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. 1 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഇഫ് ദ റിസൾട്ട് ഗോസ് ഇൻ 1 ഡയറക്ഷൻ ഹയർ ഓർ ലോവർ. 1 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഒരേ ഡയറക്ഷനിലേക്കാണോ പോകണമെന്ന് നോക്കും. അതായത് ഒന്നുകിൽ ഹൈയിലേക്ക് അല്ലെങ്കിൽ ലോവിലേക്ക്. നമ്മുടെ ബുക്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണോ എന്ന് നോക്കും. അതാണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വെൻ റിസർച്ചർ ആസ് ക്ലിയർ പ്രഡിക്ഷൻ. ഇതെപ്പോഴാണ് റിസർച്ചർ നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ 1 tailed ടെസ്റ്റ് ഉണ്ടാവുക. അതായത് റിസൾട്ട് ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ ഫീമെയിൽ ഹാവ് ഹയർ ഇമോഷണൽ ഇൻ്റലിജൻസ് ദാൻ മെയിൽസ്. ടെസ്റ്റ് ഓൺലി 1 side, അപ്പർ ഓർ ലോവർ ടൈൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ആകെ 1 side ആണ് നമ്മൾ നോക്കിയത്, അപ്പർ ആണോ ലോവർ ആണോ എന്നുള്ളത്. അതിനാണ് 1 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞത്. 2 tailed ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെസ്റ്റ് ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ഇൻ എയ്തർ ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അത് 2 tailed ആണ്. വെൻ ഡയറക്ഷൻ ഈസ് നോട്ട് നോൺ. ഡയറക്ഷൻ അറിയാത്തപ്പോഴാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസ് എക്സിസ്റ്റ് ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ്. 2 സൈഡും വേണം, ഡിസ്ട്രിബ്യൂഷൻ്റെ 2 സൈഡും വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സൈഡേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 tailed, 2 സൈഡും ഒന്നിൽ കൂടുതൽ tailed ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 tailed ടെസ്റ്റുമാണ് യൂസ് ചെയ്യുക. ഇനി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ വരുന്ന എററുകൾ എന്താണ്? ചില സമയത്ത് റിസർച്ചേഴ്സിന് ഒരുപാട് ടെസ്റ്റിൽ മിസ്റ്റേക്കുകൾ വരും. അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോഴും ഒരു ബന്ധം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മിസ്റ്റേക്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്തു. ഒരു ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ചാണ്ട് അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്തു? അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബോയ് ക്രൈസ് ലയൺ വെൻ ദർ ഈസ് നോ ലയൺ എന്ന് പറയുകയാണെങ്കിൽ സെയിം സംതിങ് ഈസ് റോങ് വെൻ ഇറ്റ് ഈസ് നോട്ട്. അങ്ങനെ അല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞാണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 1 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറയുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഹൈപ്പോത്തിസിസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ശരിയായ കാര്യം തെറ്റാണ്, പക്ഷെ അത് ശരിയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബയാസാണ്. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. മറ്റുള്ള എററുകളാണ് ഒന്ന് റാൻഡം എറർ. റാൻഡം എറർ എന്ന് പറഞ്ഞാൽ അത് ബൈ ചാൻസിലൂടെ വരുന്നൊരു എററാണ്. ഡിഫറെൻറ്റ് റിസൾട്ട് ഈസ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുക. അപ്പോൾ അത് ചാൻസ് ആയിട്ട് വരുന്നതാണ്. അതിനെയാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെയ്റ്റും ഒരു പേഴ്സൻ്റെ വെയ്റ്റ് 3 സമയം നമ്മൾ നോക്കുമ്പോൾ ഒരു സമയത്ത് 60 ഇട്ടണോ, ഒരു സമയത്ത് 62 ഇട്ടണോ, ഒരു സമയത്ത് 59 ഇട്ടണോ. അത് ചാൻസ് ആയിട്ട് വരുന്നതാണ്. അതിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. ഇനി കോൺസെൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ ടൂൾസോ അല്ലെങ്കിൽ തെറ്റായ മെത്തേഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതിനെയാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ വെയ്റ്റിംഗ് സ്കെയിൽ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ 2 + 2 kg കൂടുതൽ 2 കിലോ കൂടുതൽ കാണിച്ചു. അപ്പോൾ അതെന്താണ്?
നമ്മുടെ സിസ്റ്റമാറ്റിക് എററാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ടെസ്റ്റുകളിൽ വരുന്ന ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കുറച്ചധികം നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 10 ഉള്ളെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.